Hi guys and welcome back to Best Capex. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പ് 5 അപ്കമിംഗ് കാർസ് അണ്ടർ 6 lakhs 6 ലക്ഷത്തിന് താഴെ വരാൻ പോകുന്ന 5 കാറുകളാണ്. ആൻഡ് ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 6 ലക്ഷത്തിന് താഴെ മിക്കവാറും ഹാഷ് ബാക്സ് ഒക്കെ തന്നെയല്ലേ വരുള്ളൂ. പക്ഷേ അവിടെ നിങ്ങൾക്ക് തെറ്റി. ഹാഷ് ബാക്സ് മാത്രമല്ല, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കോമ്പാക്ട് എസ് യു വിസ് ആൻഡ് മൈക്രോ എസ് യു വിസ് ഒക്കെ നോക്കും. സോ നമ്മുടെ ആദ്യത്തെ വാഹനം ഹ്യുണ്ടൈ AX1 എന്ന് പറയുന്ന മൈക്രോ എസ് യു വി ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മൈക്രോ എസ് യു വി കൂടി ആയിരിക്കും. കാരണം ഈ വാഹനത്തിൻ്റെ ഒരു ടീസർ കമ്പനി അടുത്തുനിന്ന് പുറത്തു വിട്ടതായിരുന്നു. ടീസർ എന്ന് പറയുമ്പോൾ ഫോട്ടോസിലൂടെ ആയിരുന്നു ഈ വാഹനത്തിൻ്റെ ടീസർ അവർ പുറത്തു വിട്ടത്. ആൻഡ് ഇതിപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ ലെവൽ ടീസറാണ് അവർ പുറത്തു വിട്ടിരുന്നത്. ആൻഡ് ആ ഒരു ടീസറിലൂടെ അവർ ഷോക്കേസ് ചെയ്ത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഹെഡ് ലാംപ്സ്, അതായത് സ്പ്ലിറ്റ് ഹെഡ് ലാമ്പ് ഡിസൈനോട് കൂടി ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാറ്റഗറിയിലാണ് ഈ വാഹനത്തെ പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടീസറാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റേ ടെയിൽ ലാംപ്സിൻ്റെ ടീസറും അതും ഒരു റൗണ്ട് രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ എക്സ്പെക്റ്റഡ് ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. പക്ഷേ ഇത് ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇമേജസ് ആണ്. ആൻഡ് ഇനിയിപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ പറയാനാണെങ്കിൽ ഒബ്വിയസ്ലി ഹ്യുണ്ടൈ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ സൈസും ഡയമെൻഷൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മേ ബി ഒരു വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള വാഹനമാവാനാണ് സാധ്യത. ഇതിൻ്റെ സൈസൊക്കെ ഒരു പക്ഷേ ഗ്രാൻഡ് ഐറ്റൻ നിയോസുമായിട്ട് കമ്പയറബിൾ ആയിരിക്കും. ആ ഒരു സൈസൊക്കെ ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ വിഡ്ത്ത് എനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നിയത്. ലെങ്ത് മേ ബി ജസ്റ്റ് 4 മീറ്റേഴ്സിന് താഴെ ആയിരിക്കില്ല, ഒരു 3.6 3.7 മീറ്റേഴ്സിൻ്റെ അടുത്തായിരിക്കും. ആയിരിക്കേണ്ടതാണ്, കറക്റ്റായിട്ട് നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന ലെങ്ത് അതാണ്. ആൻഡ് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാനാണെങ്കിൽ എന്തായാലും ഒരു 8 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഫുട്ടേജ് സിസ്റ്റം അവൈലബിൾ ആയിരിക്കും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എയർ കണ്ടീഷനിങ്, സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് ആൻഡ് പുഷ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പോലുള്ള ഫീച്ചേഴ്സും 15 ഇഞ്ച് അല്ലെങ്കിൽ 16 ഇഞ്ചസിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. ഇത് ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അറിയില്ല. പക്ഷേ ഒന്നെങ്കിൽ ഗ്രാൻഡ് ഐറ്റൻ ന്യൂസിൻ്റെ പ്ലാറ്റ്ഫോമിലായിരിക്കും, അല്ലെങ്കിൽ സാൻഡ്രോയെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും. അത് ഇതുവരെ ഒരു ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടില്ല. ആൻഡ് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ഒരു 1 ലിറ്റർ ടെർബോ എന്തായാലും അവൈലബിൾ ആയിരിക്കും. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും അവൈലബിൾ ആയിരിക്കും. അതിന് പുറമേ തന്നെ നമ്മളൊരു 1.2 ലിറ്റർ ഡീസൽ എഞ്ചിനും ഈ ഒരു വാഹനത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് ഓൾമോസ്റ്റ് 2021 അവസാനം അല്ലെങ്കിൽ 2022 ബിഗിനിങ് ആണ്. ആ ഒരു സമയം കൊണ്ട് ഈ വാഹനത്തിന് ഗ്ലോബൽ പ്രീമിയർ നടക്കുമായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ലോഞ്ചും നടക്കുമായിരിക്കും. ആൻഡ് എക്സ്പെക്റ്റഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 5 അല്ലെങ്കിൽ 5.5 ലാക്സിന് സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ അടുത്ത വാഹനം, രണ്ടാമത്തെ വാഹനം മാരുതി സുസുക്കി സെലേറിയോയുടെ ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് തന്നെയാണ്. കാരണം സെലേറിയോയുടെ ഓവറോൾ ലുക്സ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. കാരണം ഇതിൻ്റെ ഫ്രണ്ട് ആണെങ്കിലും റിയർ ആണെങ്കിലും കുറച്ചൊരു ഔട്ട്ഡേറ്റഡ് ആണിപ്പോൾ. ആൻഡ് ഇൻറ്റീരിയറിൻ്റെ ലുക്സ് ആണെങ്കിൽ പോലും ആൻഡ് ഫീച്ചേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ പ്രൈസ് സെഗ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് വേർഷനെങ്കിലും സെലേറിയോയിൽ നമ്മൾ ഈ ഒരു വർഷം തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫേസ് ലിഫ്റ്റോട് കൂടി എന്തൊക്കെയാണ് മാറാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ അവർ മാറ്റും. അതായത് ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് വരാൻ തന്നെയാണ് സാധ്യത. ബിക്കോസ് ഡിസൈനിൽ ചേഞ്ചസ് വന്നേക്കാം. ആൻഡ് ഈ ഒരു വാഹനം ടെസ്റ്റ് ചെയ്യുന്നത് നമ്മളിതിന് മുമ്പ് സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ തന്നെ. അവിടെ ഇതിൻ്റെ ഡിസൈനിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ അവർ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചേഞ്ചസ് വരാൻ പോകുന്നത് ഡിസൈനിൽ വരും, ഇൻറ്റീരിയറിൽ വരും, എക്സ്റ്റീരിയറിലും വരും. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് കുറച്ച് പുതിയത് അഡപ്പ് ചെയ്യുകയും ചെയ്യും. അതായത് ഇപ്പോൾ മാരുതിയുടെ പുതിയ 7 ഇഞ്ചസിൻ്റെ സ്മാർട്ട് സ്റ്റുഡിയോ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആഡ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ORVMs, അതുപോലെ തന്നെ 15 ഇഞ്ചസിൻ്റെ അലോയ് വീൽസ്. അതിപ്പോൾ സിമ്പിൾ അലോയ് വീൽസ് ആയിരിക്കാം ഇവർ കൊടുക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സാണ്. ഇത്രയും ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ എന്തായാലും ആഡപ്പ് ആവേണ്ടത് തന്നെയാണ്. എഞ്ചിൻ ഓപ്ഷൻസ് നോക്കാനാണെങ്കിൽ 1 ലിറ്റർ എഞ്ചിൻ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ വാഗണാറിലൊക്കെ കൊടുത്തിരിക്കുന്ന അതേ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ മാക്സിമം പവർ 83 PS ആണ്. സോ ഇതായിരിക്കും ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ്. പിന്നെ ഒബ്വിയസ്ലി ട്രാൻസ്മിഷൻ ഓപ്ഷൻസിൻ്റെ കേസിൽ ഒരു 5 സ്പീഡ് മാനുവൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ സെലേറിയോയിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു 5 സ്പീഡ് AMT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആയിരിക്കും. AMTക്ക് മാരുതി ആക്ച്വലി വിശേഷിപ്പിക്കുന്ന AGS ആണ്. അത് അവർ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ടെക്നോളജി എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് മാത്രം. സെലേറിയോ ആണ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ വന്ന ഓൾമോസ്റ്റ് ഫസ്റ്റ് AMT കാർ. മാരുതിയാണ് AMT ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയിൽ. ആൻഡ് അത് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സെലേറിയോ എന്ന് പറയുന്ന ഈ ഒരു ഹാഷ് ബാക്കിലാണ്. എന്തായാലും ഈ വാഹനത്തിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 4.8 അല്ലെങ്കിൽ 4.9 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മാക്സിമം ഒരു 5 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 7 ലാക്സ് വരെ പോകാനാണ് എക്സ് ഷോറൂം പ്രൈസ്. ആൻഡ് എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് വരുന്ന ഓൾമോസ്റ്റ് 2021 ജൂൺ ജൂലൈ ആ ഒരു ടൈം പീരീഡിലാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു സെലേറിയോ അപ്ഡേറ്റ് വരുന്നതോടുകൂടി കുറച്ചും കൂടെ പ്രീമിയം ആവും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത വാഹനം, മൂന്നാമത്തെ വാഹനം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാഹനമാണ്. ആക്ച്വലി ഒരുപാട് കാലമായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു വാഹനം കൂടിയാണിത്. അതിപ്പോൾ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ടാറ്റ HBX.
ടാറ്റ HPX ഇപ്പോൾ കഴിഞ്ഞ വർഷം 2020 ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ചൊരു വാഹനമാണ്. ആൻഡ് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ലീക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഫീച്ചേഴ്സ് ഒന്ന് 7 ഇഞ്ചസിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് ആണ്. ആക്ച്വലി പാർട്ട് ഡിജിറ്റൽ യൂണിറ്റ് ആണ്. സ്പീഡോമീറ്റർ മാത്രമാണ് അനലോഗിൽ വരുന്നത്. ബാക്കി ഒരു 7 ഇഞ്ചസിൻ്റെ കളർ TFT ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിന് പുറമെ ക്രൂസ് കൺട്രോൾ, 7 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എയർ കണ്ടീഷനിങ്, പുഷ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, അതുപോലെ തന്നെ പുറത്താണെങ്കിലും റിക്വസ്റ്റ് സെൻസേഴ്സും 15 ഇഞ്ച് അല്ലെങ്കിൽ 16 ഇഞ്ചസിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് തുടങ്ങിയ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓവറോൾ ഒരു സ്പ്ലിറ്റ് ഹെഡ് ലാമ്പിൻ്റെ ഡിസൈനോട് കൂടിയായിരിക്കും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരാൻ പോകുന്നത്. ആൻഡ് LED DRLs തുടങ്ങിയ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനോട് കൂടിയായിരിക്കും ഈ ഒരു വാഹനം ഇനീഷ്യൽ സ്റ്റേജിൽ അവർ അവതരിപ്പിക്കാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ മാക്സിമം പവർ നിങ്ങൾക്കറിയാം 85 bhp ആണ്. ആൻഡ് മാക്സിമം ടോർക്ക് വരുന്നത് 130 Nm ആണ്. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജിൽ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രോസിലൊക്കെ കണ്ടതുപോലെ ഒരു 1.2 ലിറ്റർ സെയിം ടെർബോ എഞ്ചിൻ തന്നെ അവർ കൊടുക്കുകയും ചെയ്യും. ആൻഡ് അതിൻ്റെ മാക്സിമം പവർ ഓൾമോസ്റ്റ് 110 PS, മാക്സിമം ടോർക്ക് വരുന്നത് ഓൾമോസ്റ്റ് 140 Nm ആയിരിക്കും. 140 Nm. അപ്പോൾ ആ ടെർബോ എഞ്ചിൻ കൂടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഓപ്ഷൻ ആവുമായിരിക്കും HPX. ഇതിപ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇന്ത്യൻ റോഡ്സിൽ ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് 2021 ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു ടൈം പീരീഡിലാണ്. പക്ഷേ എന്നാലും ലോഞ്ച് ഡേറ്റ് നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ശരിക്കും പറയാനാണെങ്കിൽ ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ ഫുള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള വാഹനങ്ങളിലും ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു കുറച്ച് മാക്സിമം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലോഞ്ച് ഡേറ്റ് 2021 ഡിസംബറിലാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ആ ഒരു ടൈം പീരീഡിൽ തന്നെ ഇതിൻ്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്താൽ മതി. ആൻഡ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 5 അല്ലെങ്കിൽ 5.5 lakhs എന്നാണ്. ഇനി നമ്മുടെ നാലാമത്തെ വാഹനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാഹനമാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ റെപ്രസെൻറ്റേഷൻ പർപ്പസിന് വേണ്ടി കാണിക്കുന്നൊരു ഇമേജാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ KUV 100 ഇമേജാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന XUV 100 എന്ന് പറയുന്നൊരു വാഹനമാണ്. XUV 100 നമുക്കറിയാം. XUV എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ഫ്ലാഗ്ഷിപ്പ് SUVസിന് വേണ്ടി SUVസിന് വേണ്ടി അവർ വിളിക്കുന്ന ഒരു പേരാണ് XUV എന്ന് പറയുന്നത്. ആൻഡ് അതിന് പ്രത്യേകിച്ച് ഫുൾ ഫോം ഒന്നുമില്ല. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ XUVയുടെ ഫുൾ ഫോം എന്താണെന്ന്. XUVയുടെ ഫുൾ ഫോം ഒന്നുമില്ല. സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിളിൻ്റെ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു പേര് അവർ ഇട്ടു എന്ന് മാത്രം, XUV എന്ന് പറഞ്ഞു. അപ്പോൾ മഹീന്ദ്രയുടെ ഫ്ലാഗ്ഷിപ്പ് SUV സീരീസിൽ വരുന്ന ഒരു വാഹനമായിരിക്കും മഹീന്ദ്ര XUV 100. ആൻഡ് ഇത് KUV 100യുടെ ആ ഒരു സൈസിൽ തന്നെയായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. ഇതിപ്പം ഇതിൻ്റെ ട്രേഡ് മാർക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നു. XUV 100 മഹീന്ദ്ര ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു പേരാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം എന്തായാലും ഇന്ത്യയിൽ വരും എന്നതിനെക്കുറിച്ച് കൺഫേംഡ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആൻഡ് ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർ ഒഫീഷ്യലി അവൈലബിൾ ആക്കിയിട്ടില്ല. പക്ഷേ നമുക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മഹീന്ദ്ര ഇപ്പം ഒരുപാട് കാറുകൾ റീബാഡ്ജ് ചെയ്യുന്ന ഒരു വേർഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇപ്പോൾ ബൊലേറോ നിയോ ആണെങ്കിൽ വരെ TUV 300 ഒരു ബൊലേറോ നിയോ ആക്കി റീബാഡ്ജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പം ഇതും അതായത് നമ്മുടെ KUV 100യും അവർ XUV 100 ആക്കി കുറച്ച് കാലത്തിന് ശേഷം റീബാഡ്ജ് ചെയ്ത് ഇറക്കാനാണോ എന്ന് നമുക്കറിയില്ല. കാരണം അതിനൊരു മാർക്കറ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഡൗൺ ആയി നിൽക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കും. പക്ഷേ അതല്ല എങ്കിൽ പുതിയൊരു വാഹനം തന്നെ KUV 100 ഡിസ്കണ്ടിന്യൂ ചെയ്ത് അവർ അവതരിപ്പിക്കാനായിരിക്കും സാധ്യത. പുതിയൊരു വാഹനം XUV 100 എന്ന പേരിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ നമ്മുടെ ടാറ്റ HPXുമായിട്ടൊക്കെ ഇതിന് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം മഹീന്ദ്രയുടെ വാഹനമാണ്. അത്യാവശ്യം നല്ലൊരു എഞ്ചിനായിരിക്കും. 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയായിരിക്കും ഈ വാഹനത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ആൻഡ് അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ടാവും. ഇപ്പം ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും സ്റ്റിയറിംഗ് മോണർ ഓഡിയോ കൺട്രോൾസ് ആണെങ്കിലും അലോയ് വീൽസ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു ചെറിയ വേറെ എന്തെങ്കിലും മറ്റുള്ള നമ്മുടെ ഇപ്പോൾ സപ്പോർട്ടിംഗ് ഫീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ഈ ഒരു വാഹനത്തിലും അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 5.5 അല്ലെങ്കിൽ 6 lakhsലാണ്. ആൻഡ് മാക്സിമം പോകുന്നത് ഓൾമോസ്റ്റ് 7.5 lakhs വരെയൊക്കെ ആയിരിക്കും എക്സ്ഷോറൂം പ്രൈസ്. ആൻഡ് ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2022 അവസാനം അല്ലെങ്കിൽ 2023 ബിഗിനിങ്ങിലാണ്. ഇനി നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ തന്നെ ഒരു വാഹനമാണ്. മാരുതി സുസുക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമില്ല. മാരുതി സുസുക്കി തന്നെ ബലേനോയിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു കോമ്പാക്ട് SUV അവരിപ്പോൾ അണ്ടർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലാണ്. ആൻഡ് അതിൻ്റെ തൽക്കാലത്തേക്കുള്ള കോഡ് നെയിം YTB കൺസെപ്റ്റ് എന്നാണ്. ഈ YTB കൺസെപ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ആക്ച്വലി ഹാർട്ടെക് പ്ലാറ്റ്ഫോമിൽ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ബലേനോയുടെ ഒരു ജാക്ടപ്പ് വേർഷനാണ്. ജാക്ടപ്പ് വേർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോഴത്തെ കോമ്പാക്ട് SUVs എല്ലാം ജസ്റ്റ് ജാക്ടപ്പ് ഹാഷ് ബാക്സ് തന്നെയാണ്. അപ്പോൾ ബലേനോയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി കുറച്ചും കൂടി ഒന്ന് പ്രീമിയം ആക്കി ഇറക്കാനായിരിക്കാം അവരുടെ ഉദ്ദേശം. ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് ബലേനോയുടെ ഘടകങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിലും ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പം പ്ലാറ്റ്ഫോം സെയിം ആണ്. ആൻഡ് ലെങ്ത്ത് മേ ബി 3.9 മീറ്റേഴ്സിൻ്റെ അടുത്തായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ബ്രസേക്കാളും ഇതിൻ്റെ ഡയമെൻഷൻസ് ആണെങ്കിലും വിഡ്ത്ത് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും ഒക്കെ കുറവായിരിക്കും. കാരണം ബ്രസയുടെ തൊട്ട് താഴത്തായിരിക്കും ഈ ഒരു വാഹനത്തെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ ബ്രസേക്കാളും പ്രൈസും കുറവായിരിക്കും. ഈ വാഹനത്തിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്
ഓൾമോസ്റ്റ് 6 അല്ലെങ്കിൽ 6.5 ലാക്സിലാണ് എക്സ് ഷോറൂം ആൻഡ് മാക്സിമം പോകുന്നത് ഓൾമോസ്റ്റ് 8 ലാക്സ് വരെ ആയിരിക്കേണ്ടതുമാണ്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 2022 അവസാനം അല്ലെങ്കിൽ 2023 ബിഗിനിങ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 2023 ഈ വാഹനം എന്തായാലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തേണ്ടത് തന്നെയാണ്. ആക്ച്വലി അതിന് മുമ്പ് എത്തുന്നത് കൊണ്ടും തെറ്റില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു കോവിഡ് പാൻഡമിക് കാരണമാണ് നമ്മുടെ ഈ ലോഞ്ച് ഡേറ്റ് ഒക്കെ ഇത്രയും ഡിലേ ആക്കി പറയുന്നത്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബലേനോയിലുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ആണോ അതെല്ലാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. അതിപ്പം സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് ആണെങ്കിലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ് ആണെങ്കിലും 16 ഇഞ്ചസിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണെങ്കിലും മാരുതിയുടെ 7 ഇഞ്ചസിൻ്റെ സ്മാർട്ട് സ്റ്റുഡിയോ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും അതുപോലെ തന്നെ 3.5 മില്ലിമീറ്റേഴ്സിൻ്റെ കളർ TFT MID ഡിസ്പ്ലേ ആണെങ്കിലും LED DRLs ആണെങ്കിലും LED ഹെഡ്ലാംപ്സ് ആണെങ്കിലും LED ടെയിൽ ലാംപ്സ് ആണെങ്കിലും ഇതുപോലുള്ള ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ അപ്കമിങ് മാരുതി സുസുക്കി YTB കൺസെപ്റ്റ് എന്നിപ്പോൾ പേരുള്ള ഈ ഒരു വാഹനത്തിനും അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ശരിക്കുള്ള പേര് YTB എന്നൊന്നും ആയിരിക്കില്ല. ഇത് ജസ്റ്റ് ഒരു കോഡ് നെയിമാണ്, നമ്മളിപ്പോൾ ടാറ്റ HPX എന്നൊക്കെ പറയുന്നത് പോലെ. ആൻഡ് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കറിയാം മാരുതി സുസുക്കിയുടെ തന്നെ XL5 എന്ന് പറയുന്നൊരു വാഹനം വരാനുണ്ട്. അത് ഈ വാഗണാറിന് തന്നെ നമ്മുടെ നിലവിലുള്ള വാഗണാറിന് തന്നെ നെക്സ വഴി ഇറങ്ങാൻ പോകുന്ന നെക്സയുടെ സെയിൽസ് നെറ്റ്വർക്ക് വഴി ഇറങ്ങാൻ പോകുന്ന ഒരു വാഹനമായിരിക്കും. സെയിം വാഗണാറിൻ്റെ ഡിസൈനൊക്കെ തന്നെ ആയിരിക്കും ഏകദേശം വരാൻ പോകുന്നത്. പക്ഷേ ചെറിയ ഫീച്ചേഴ്സൊക്കെ ആഡപ്പ് ചെയ്യും, അതുപോലെ തന്നെ കുറച്ച് പ്രീമിയം ആക്കുകയും ചെയ്യും. അത് തന്നെയായിരിക്കും വ്യത്യാസം. അതിപ്പം നമ്മുടെ എർട്ടിഗയും XL6 പോലെയൊക്കെ ആയിരിക്കും ഈ രണ്ട് വാഹനങ്ങളും. ആൻഡ് അതുപോലെ തന്നെ ഹ്യുണ്ടായി i20യുടെ N-ലൈനും ഇറങ്ങാനുണ്ട് ഈ അടുത്ത് തന്നെ. അതൊക്കെയാണ് നമുക്കിപ്പോൾ 6 ലക്ഷത്തിന് താഴെ എന്ന് പറയാൻ പറ്റാത്ത കുറച്ച് അപ്ഡേറ്റ്സ്. XL5 ഞാൻ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് അതിൻ്റേതായിട്ടുള്ള ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ കമ്പനി നമുക്ക് തരാത്തതുകൊണ്ടാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സിനും ഡീറ്റെയിൽസിനൊക്കെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.